അതിജീവിതയെ സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷൻ ഹർജി തള്ളി. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി തള്ളിയത്. ഷഫീദ് റാവത്തറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, വിവരങ്ങൾ. ഉന്മേഷി, രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട അതിജീവിതയെ അപമാനിക്കാൻ ശ്രമിച്ച കേസിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ഇതിന്മേൽ കാര്യമായിട്ടുള്ള വിശദമായിട്ടുള്ള വാദം അടക്കമുള്ള കാര്യങ്ങൾ കേട്ടിരുന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള രാഹുൽ ഈശ്വർ വീണ്ടും അതിജീവിതയെ ഭീഷണിപ്പെടുത്താനും അതേപോലെ സ്വാധീനിച്ച് തെളിവുകൾ നശിപ്പിക്കാനും ശ്രമിച്ചു എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ അദ്ദേഹത്തിന് ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ പറഞ്ഞത്. കൂടാതെ രാഹുൽ ഈശ്വർ മറ്റ് ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചില വീഡിയോ ലിങ്കുകളടക്കം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രതി അത്തരം വീഴ്ചകൾ വരുത്തിയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിലയിരുത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.